ഞണ്ട് റോസ്റ്റും അതുപോലെ നെയ്പ്പത്തലും അടിപൊളി കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ നമുക്കിന്ന് ഞണ്ട് റോസ്റ്റും നെയ്പ്പത്തലും ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ പുട്ടുപൊടി കൊണ്ടാണ് ഇവിടെ നെയ്പ്പത്തൽ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചൂടായി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, അതുപോലെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 4 പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് അതിൻ്റെ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. 3 മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തി അരിഞ്ഞതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി വരണം. അപ്പോൾ ഉള്ളിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് വഴണ്ട് ഒരു ഗോൾഡൻ കളർ ആവും. അപ്പോൾ നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി ചേർത്തെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളിയാണ്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. തക്കാളി ഒന്ന് വേവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം, ചുടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, പച്ചവെള്ളം ചേർക്കരുത്. അതൊന്ന് ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വന്നിട്ടും 2-3 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ 2-3 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് കഴിയുമ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നല്ല വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. 500 ഗ്രാം ഞണ്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മസാലയൊക്കെ ഇതിലോട്ട് നന്നായിട്ട് ഇളക്കി ഈ ഞണ്ടിലോട്ട് നന്നാക്കി പിടിപ്പിച്ചതിന് ശേഷം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ചുടുവെള്ളം തന്നെയാണ് ചേർക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞണ്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ എരിവ് വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇപ്പോൾ ഒരു ഗ്രേവി തിക്കിലാണ് ഇതുള്ളത്. അപ്പോൾ ഇത് ഒരു ഡ്രൈ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി കിട്ടും. അതല്ല ഈ ഗ്രേവി ടൈപ്പ് തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിവിടെ ഡ്രൈ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിട്ട്
പക്ഷെ ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. ഇതിലോട്ട് ഒരു വറവിടുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ വറവിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് പ്രത്യേക തന്നെ ഒരു ടേസ്റ്റാണ്. ഈ വെളിച്ചെണ്ണയിൽ ഈ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ മൂപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ശേഷം നമ്മളിവിടെ നെയ്പത്തലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു 3 കപ്പ് പുട്ടുപൊടി ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എടുത്തിരുന്ന കംപ്ലീറ്റ് വെള്ളവും ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു അരമണിക്കൂറൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ടൊരു ചെറിയൊരു അരപ്പ് വേണം തേങ്ങയുടെ. അപ്പോൾ അതൊന്ന് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 8-10 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ കുഴക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ പുട്ടുപൊടി വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ റെഡിയാക്കിയിരുന്ന ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ച് നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് മാറ്റണം. ഇത് പരത്താനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ നമുക്കിതൊരു ബോൾസാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിൽ ഷീറ്റിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒരു പരന്ന പ്ലേറ്റ് കൊണ്ട് ഇതുപോലെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നെയ്പത്തൽ ഇവിടെ ഇതുപോലെ പരന്ന് കിട്ടും. അപ്പം ഇത് എല്ലാ ഭാഗവും ഒരേ കട്ടിയിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ ഒരേ രീതിക്ക് അങ്ങ് പൊള്ളി വരുള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി ചൂടായ എണ്ണയിലിട്ടത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ 1 മിനിറ്റൊക്കെ ആവും ഇതൊന്നങ്ങ് പൊങ്ങി വരാൻ. പൊങ്ങി വന്നതിന് ശേഷം ഇതങ്ങനെ അതുപോലെ അങ്ങ് പൊള്ളിച്ചങ്ങ് വരും. എന്നിട്ട് അടിഭാഗം ചെറിയൊരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലത്തെ ഒരു കളർ വന്നാൽ മതി. ഓവർ ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറിൽ ആവേണ്ട ആവശ്യമില്ല. ഇതുപോലെ അങ്ങ് ആയാൽ മതി. അപ്പോൾ ഇതേ സെയിം കളർ ഇതിൻ്റെ അടിഭാഗം കൂടി ആവുമ്പോൾ നമുക്കിത് ഈ എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. അപ്പോൾ നമ്മുടെ നെയ്പത്തലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നെയ്പത്തലും ഞണ്ട് റോസ്റ്റൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ഒന്ന് ചെയ്തേക്കണേ.